നിരുത്സാഹപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം. എങ്കിലും തോറ്റുകൊടുക്കരുത്. ഈ ജീവിതയാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നിങ്ങളെ ഇഷ്ടപ്പെടും. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചിലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം, പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിന്റെ താളം മുഴുവനായി തെറ്റിച്ച് കളയുന്നതും. ആ തെറ്റിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ് ഈ ലോകം തന്നെ കറങ്ങുന്നത്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല, കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ അമിതമായ ആരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേടണം. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. ഒരാണ് ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൻ അവളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നു എന്നാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചയാൾ ആവണമെന്നില്ല. മറിച്ച് നമ്മൾ കുറച്ചു നേരം മാത്രമേ സഹകരിച്ചുള്ളൂ എങ്കിലും അത് ഏറ്റവും ആനന്ദകരമാകുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.